വിശുദ്ധ ഖുർആനിലെ 12-ാം അധ്യായം സൂറത്ത് യൂസുഫിലെ 11-ാമത്തെ വചനമാണ് ആമുഖമായി ഓതി കേൾപ്പിച്ചത്. ഒന്നുകൂടെ ഞാൻ ആ ഭാഗം പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാലൂ യാ അബാനാ മാ ലക ലാ തഅമന്നാ അലാ യൂസുഫ വ ഇന്നാ ലഹു ലനാസിഹൂൻ. എന്തിനായിരിക്കും ഈ വചനം ഇവിടെ ആമുഖമായി പാരായണം ചെയ്തത് എന്നതാണ് ചിലരുടെയൊക്കെ സംശയം. പ്രത്യേകിച്ച് എന്ത് ബന്ധമാണുള്ളത് എന്നാണ് ചോദ്യം. വിശുദ്ധ ഖുർആനിലെ ഇഷ്മാം എന്ന പാരായണ നിയമമുള്ള ഏക വചനമാണ് ഇത്. അൽ ഫിത്ര പോലെയുള്ള ഒരു പാഠശാലയിൽ നിന്ന് പഠിച്ചു പോകുന്ന കുട്ടി അവിടെയുള്ള അധ്യാപികമാരുടെ പാരായണം കേട്ടോ അതല്ലെങ്കിൽ അവരേതെങ്കിലും ഖാരികളുടെ പാരായണം കേൾപ്പിച്ചോ ആണ് പഠിക്കുന്നതെങ്കിൽ ആ കുട്ടിയിലൂടെ തൻ്റെ കുടുംബത്തിലേക്ക്, ഉമ്മയിലേക്കും ഉപ്പയിലേക്കുമൊക്കെ ഈ ഏകവചനം പാരായണത്തിൻ്റെ പ്രത്യേകമായ ഒരു ഹുക്ം ഉൾക്കൊള്ളുന്ന ഇഷ്മാം എന്ന ഹുക്ം ഉൾക്കൊള്ളുന്ന ഒരു വചനം പഠിക്കാൻ പറ്റും. ഞാൻ ഉറപ്പിച്ചു പറയാം, ഒരുപക്ഷെ ഈ സദസ്സിലുള്ള ഈ ശബ്ദം കേൾക്കുന്ന പലരും പോലും ആദ്യമായിരിക്കും ഇങ്ങനെ ഒരു സംഭവത്തെ അറിയുന്നത്. അത് ഓർമ്മപ്പെടുത്തുക എന്നത് മാത്രമാണല്ലോ ലക്ഷ്യം. ഖാലൂ യാ അബാനാ മാ ലക ലാ തഅമന്നാ. അങ്ങനെയാണത് പാരായണം ചെയ്യേണ്ടത്. അതാ ഇഷ്മാം മീൻസ് എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കുക, എൻ്റെ ചുണ്ടുകളിലേക്ക്. ലാ തഅമന്നാ എന്നാണ് ഇതുവരെ നമ്മൾ ഓതിയത് പലരും. അങ്ങനെയല്ല. അവിടെ ദമ്മുശഫത്തൈൻ, രണ്ട് ചുണ്ടുകളൊന്ന് അല്പമൊന്ന് കൂർപ്പിച്ച് തിരിച്ചു വരിക എന്ന ഒരു ഹുക്മുണ്ട് അവിടെ. ലാ തഅമനുന എന്നായിരുന്നു പദം. ലാ തഅമനുന, ഒരു നൂൻ ദമ്മയുണ്ടായിരുന്നു. ഇവിടെ കുട്ടികൾ പഠിക്കും ത ഫത്ഹ ത, അലിഫ് ഹംസ സുകൂൻ ത, മീം ഫത്ഹ മ ത മ, എന്നിട്ട് അവിടെ ഒരു നൂൻ ദമ്മയുണ്ട്. കുട്ടികളത് പറയില്ല. നൂൻ ദമ്മ നു, നൂൻ ഫത്ഹ അലിഫ് മത്തബി ഹറകതാൻ ന, ലാ തഅമനൂന എന്നുണ്ട്. പക്ഷേ ഇവിടെ ആ ഹുക്മ് ബാധകമാകുന്നത് വരുന്നത് ഇങ്ങനെയാണ്. നൂൻ ദമ്മ എന്ന ഒരു അക്ഷരത്തെ അടുത്ത നൂനിലേക്ക് മർജ് ചെയ്യാൻ, ഇദ്ഗാം ചെയ്യാൻ. സാധാരണ ഇദ്ഗാം സംഭവിക്കാറുള്ളത് സാക്കിനായ ഹർഫ് മുതഹരിക്കായ ഹർഫിലേക്കാണ്. മീൻസ് സുക്കൂനുള്ള അക്ഷരം ഹറക്കത്തുള്ള അക്ഷരത്തിലേക്കാണ് ഇദ്ഗാം ചെയ്യുക, ലയിക്കുക. അങ്ങനെയാണ് ഇദ്ഗാം, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെയാണ് ഇദ്ഗാം സംഭവിക്കുക, സുക്കൂനുള്ളത് ഹറക്കത്തിലേക്ക്. പക്ഷേ ഹറക്കത്തുള്ള ഒരക്ഷരം അടുത്ത ഹറക്കത്തുള്ള അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരേ ഒരു പദമാണ് ഹഫ്സ് റിവായത്ത് അനുസരിച്ച് ലാ തഅമനുന എന്ന 12-11 ഓർത്തു വെക്കുക. 12-ാം അധ്യായം സൂറത്ത് യൂസുഫിലെ 11-ാമത്തെ വചനം. ആ നൂനിനെ നൂൻ ഫത്ഹയിലേക്ക് ഇദ്ഗാം ചെയ്തപ്പോൾ പാരായണം ചെയ്യുന്ന ആളുടെ ബാധ്യതയാണ് ഒരു നൂൻ ദമ്മ അവിടെ ഉണ്ടായിരുന്നു എന്ന് അറിയിക്കൽ. അതിൻ്റെ ഒരു ഭാഗമാണ് ദമ്മു ശഫത്തൈൻ. ഇങ്ങനെ ലാ തഅമന്ന, മണിക്കുന്ന സമയത്ത് തഅമ പറഞ്ഞിട്ട് അടുത്ത നൂന് മണിക്കുന്ന സമയത്ത് ഒന്ന് നൂ എന്ന് പറയാൻ ശ്രമിച്ചു തിരിച്ചു വരിക. ഒന്നുകൂടെ ലാ തഅമന്ന, ലാ തഅമന്ന. ഈ 3 പ്രാവശ്യം ഖതം ചെയ്തു എന്ന് പറഞ്ഞ കുട്ടികൾ, 5 പ്രാവശ്യം ഖതം ചെയ്തു എന്ന കുട്ടികൾ ഒരുപക്ഷെ ഇതൊരു ആഴത്തിലുള്ള പഠനമാകൊണ്ട് അവരവിടെ എത്തിക്കൊള്ളണമെന്നില്ല. പക്ഷേ അൽ ഫിത്ര ടീച്ചേഴ്സ് മുഴുവനും അത് അറിഞ്ഞിരിക്കും. ഇല്ലെങ്കിൽ അറിഞ്ഞിരിക്കണം, നിർബന്ധമാണ്. നമ്മൾ രക്ഷിതാക്കളും അതറിയണം. ഖതം ചെയ്യുന്നവരാണ്. പാരായണം ചെയ്യപ്പെടുന്ന വചനങ്ങളൊക്കെ അതിൻ്റെ ഹുക്മ് പ്രകാരമായിരിക്കണം. ലാ തഅമന്ന എന്ന് പോരാ. നിങ്ങൾ എടുത്തു നോക്കുക, അവിടെ ആ നൂനിന് ഒരു അടയാളം നൽകിയിട്ടുണ്ട് ഖുർആനിൽ. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ
ഹൃദ്യമായ ഹുക്കുമുകളാൽ സമൃദ്ധമാണ് വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം. ഹൃദ്യമാണ്, അല്ലാതെ മറ്റൊരു പുസ്തകം വായിക്കുന്നത് പോലെയോ അറബി വായിക്കുന്നത് പോലെയോ വായിച്ചു തീർക്കേണ്ടതല്ല. ഞാൻ ആ ഒരു വിഷയം എൻ്റെ സംസാരത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട തജ്വീദ് പ്രധാനമാണെന്ന് സൂചിപ്പിക്കാനുള്ള ഒരു ഭാഗമായതുകൊണ്ട് മാത്രം ഓർമ്മപ്പെടുത്തി ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, ഞാനും നിങ്ങളും ജീവിക്കുന്നത് അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ്. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ്. കുട്ടികൾ വളരുന്നത് ഇനി മുതൽ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കുട്ടികളൊന്നും വളരുന്നത് പുസ്തകങ്ങളിലൂടെ മാത്രമല്ല, സ്ക്രീനുകളിലൂടെ ആണ്. സ്ക്രീനുകളുമുണ്ട് അവരുടെ വളർച്ചയുടെ പിന്നിൽ, പുസ്തകങ്ങൾ മാത്രമല്ല. അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്, അവരുടെ മനസ്സുകൾ നിറയുന്നത് കഥകളാൽ മാത്രമല്ല. മുമ്പ് വല്യമ്മ പറഞ്ഞു കൊടുത്ത കഥകളിലൂടെയായിരുന്നു വളർന്നിരുന്നത്. പക്ഷേ ഇന്ന് കഥകളിലൂടെ മാത്രം അവരുടെ മനസ്സുകൾ നിറയുന്നത്, മറിച്ച് കണ്ടന്റുകളാൽ നിറയുകയാണ്. അല്ലേ? കുട്ടികളുടെ മനസ്സ് വ്യത്യസ്തങ്ങളായ കണ്ടന്റുകളാൽ നിറയുകയാണ്. ഇവിടെ വലിയ ഒരു ചോദ്യമുണ്ട്: ആരാണ് നമ്മുടെ കുട്ടിയുടെ ഹൃദയത്തെ രൂപപ്പെടുത്തുന്നത് എന്ന്? നമ്മുടെ കുട്ടിയുടെ, എൻ്റെ മകൻ്റെ, എൻ്റെ മകളുടെ ഏത് ഒരു വയസ്സ് അതല്ലെങ്കിൽ അതിൻ്റെ താഴെ കാഴ്ചയും കേൾവിയും വന്നു തുടങ്ങിയ എൻ്റെ കുഞ്ഞിൻ്റെ ഹൃദയത്തെ രൂപപ്പെടുത്തുന്നത് ആരാണ്? മുമ്പ് നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടിയ അധ്യാപനങ്ങൾക്കനുസരിച്ച് അവരുടെ സംസ്കാരങ്ങൾ അങ്ങനെയായിരുന്നു. പക്ഷെ ഇന്ന് എങ്ങനെയാണ്? ആരാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തെ രൂപപ്പെടുത്തുന്നത്, ഷേപ്പ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. യഥാർത്ഥത്തിൽ ഈ വേദി ആ ചോദ്യത്തിന് വലിയ ഒരു ഉത്തരം നൽകുന്നുണ്ട്. ഇവിടെ പറയുമ്പോൾ അൽ ഫിത്ര, പ്രീ സ്കൂൾ, അത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തെ രൂപപ്പെടുത്തുന്നതിൽ ഒരു കേവലം പ്രീ സ്കൂൾ മാത്രമല്ല, പ്രിൻസിപ്പലിൻ്റെ സംസാരത്തിൽ വന്നു, അധ്യക്ഷ ഭാഷണത്തിൽ വന്നു, ആശംസാ ഭാഷണത്തിൽ വന്നു. ഇത് കേവലം ഒരു പ്രീ സ്കൂൾ മാത്രമല്ല, വിശ്വാസമുള്ള, രൂഢമൂലമായ, അചഞ്ചലമായ ഏകദൈവ വിശ്വാസം, അതേപോലെ തന്നെ മൂല്യബോധമുള്ള ഒരു തലമുറയെ, നന്മയിൽ വേരൂന്നിയ തലമുറയെ വാർത്തെടുക്കുക എന്ന ആദ്യ ശ്രമം തുടങ്ങുന്ന ഒരു ഇടമാണിത്, അൽ ഫിത്ര. ഞാൻ സത്യത്തിൽ എനിക്ക് ഭയങ്കര ഭയപ്പാടാണ്. അല്ലെങ്കിൽ നമ്മളെക്കാൾ ഭയപ്പെടേണ്ടവരുമാണ് ഇവിടെ ഭയപ്പെടുന്നവരുമാണ് ഇവിടെ ഇരിക്കുന്ന ഈ അൽ ഫിത്രയിലെ ടീച്ചേഴ്സ്. ചെറിയ ഉത്തരവാദിത്വമൊന്നുമല്ല നിങ്ങളുടെ കയ്യിലുള്ളത്. നിങ്ങൾ ചെയ്യുന്നത് ചെറിയ പണിയൊന്നുമല്ല. ഈ നാടിലെ ഇവിടെ വരുന്ന കുട്ടികളെയൊക്കെ നാളത്തെ നല്ല പൗരന്മാരാക്കി, അല്ലെങ്കിൽ അവരുടെ നാളത്തെ സ്വഭാവത്തിൻ്റെ കാരണക്കാർ നിങ്ങളായിരിക്കും. നമ്മൾ പറഞ്ഞു, ചെറിയ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞിൻ്റെ ഹൃദയം ശൂന്യമായ ഒരു പേജൊന്നുമല്ല, ശൂന്യമായ പേജല്ല. അത് നാം എന്തെഴുതുന്നുവോ അതനുസരിച്ച് രൂപം കൊള്ളുന്ന ഒരു ഭാവിയാണ്. ഒരു ശൂന്യമായ പേജ് മാത്രമല്ല പിഞ്ചു കുഞ്ഞിൻ്റെ ഹൃദയം. നാം എന്താണോ അതിനകത്ത് എഴുതി കൊടുക്കുന്നത്, എഴുതി വയ്ക്കുന്നത്, അതനുസരിച്ച് വളരുന്ന ഒരു ഭാവിയാണ് ആ ഹൃദയം. അപ്പം ഇവിടെയുള്ള അധ്യാപികയുടെ സംസാരം, ഇവിടെയുള്ള അവൻ്റെ അധ്യാപികയുടെ ചുണ്ടനക്കങ്ങൾ, അവരുടെ നടത്തങ്ങൾ, അവരുടെ പെരുമാറ്റങ്ങൾ എല്ലാം ആ കുഞ്ഞുങ്ങളിലുണ്ടാകും, രക്ഷിതാക്കളെക്കാൾ കൂടുതൽ. കാരണം ഉമ്മയുടെ ഉപ്പയുടെ കൂടെ നടന്ന് അവരിൽ നിന്ന് പഠിക്കേണ്ട 3-ാം വയസ്സിൽ 4-ാം വയസ്സിൽ ഒരധ്യാപികയുടെ മാറോട് ചേർന്ന്, ശരീരത്തോട് ചേർന്ന് ഉമ്മയെപ്പോലെ കണക്കാക്കിയിട്ട് വന്നിരിക്കുന്ന കുട്ടി ഉമ്മയേക്കാൾ ഉപ്പയേക്കാൾ കാണുന്നതും കേൾക്കുന്നതും ഈ ടീച്ചറെയാണ്, മാമിനെയാണ്. അതുകൊണ്ടാണ് നരിക്കുനിയിലെത്തുമ്പോൾ മാമിൻ്റെ വീട് ചോദിച്ചത്. അതുകൊണ്ടാണ് പാലത്തെത്തുമ്പോൾ മാമിൻ്റെ വീട് ആവശ്യപ്പെടുന്നത്. ഉറക്കിലും എല്ലാ സമയത്തും മാമിനെ നോക്കുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ ഒരുപക്ഷെ ഇന്നുവരെ ചിന്തിച്ചതിനേക്കാൾ അപ്പുറം വലിയ ഒരു ബാധ്യത എന്നിലുണ്ട് എന്ന് ഓരോ അൽ ഫിത്ര ടീച്ചേഴ്സും ഓർക്കേണ്ടതുണ്ട് എന്ന് ഈ
സമയത്ത് ഞാൻ സംസാരിക്കുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ ഗൗരവമുള്ള ഒരു വിഷയം എന്ന നിലയിലാണ് ഞാനത് ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹു അതിന് അവരെ, നമ്മുടെ ടീച്ചേഴ്സിനെ എല്ലാ നിലയിലും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ഖുർആനിൻ്റെ പഠനം, ഇസ്ലാമികമായ മൂല്യങ്ങൾ, ഭൗതികമായ വിദ്യാഭ്യാസത്തിൻ്റെ അടിത്തറകൾ, മാത്സ് ആയിരുന്നാലും ഇംഗ്ലീഷ് ആയിരുന്നാലും അതേപോലെ തന്നെ എൻവയോൺമെൻറ്റൽ കാര്യങ്ങളായിരുന്നാലും അതേപോലെ ആർട്സ്, സ്പോർട്സ്, ഇതൊക്കെ ഭൗതികമായ സ്കൂൾ വിദ്യാഭ്യാസത്തിലൊക്കെ നിഴലിച്ചു നിൽക്കുന്ന കാര്യങ്ങളാണ്, ആവശ്യമുള്ള ഘടകങ്ങളാണ്. അതൊന്നും നഷ്ടപ്പെടാതെ അതെല്ലാം ചേർത്ത് വെച്ച്, എന്നാൽ ഏറ്റവും ആദ്യ സന്ദർഭത്തിൽ കുട്ടിക്ക് നൽകേണ്ട ഇസ്ലാമിൻ്റെ ശുദ്ധമായ സംസ്കാരത്തെ പഠിപ്പിച്ചു കൊടുക്കാൻ, അങ്ങനെയൊക്കെയാണ് ഈ വിദ്യാലയം ലക്ഷ്യമിടുന്നത്. ഒരു കുട്ടി, അല്ലെങ്കിൽ ഇവിടെ കുട്ടികൾ അക്ഷരം മാത്രമല്ല പഠിക്കുന്നത്, അവർ ജീവിതത്തെ പഠിക്കാനാണ് ഇവിടെ വന്നത്. എൻ്റെ കുഞ്ഞിനെ അൽ ഫിത്രയിൽ ഞാൻ ചേർത്തത് അക്ഷരം പഠിക്കാനല്ല, ജീവിതം പഠിക്കാനാണ് എന്ന് മാതാപിതാക്കൾ മനസ്സിലാക്കണം. ഒരുപക്ഷെ 3 വർഷം കൊണ്ട് ആ വിദ്യാലയത്തിലെ അൽഫിത്രയിലെ ഏറ്റവും ടോപ്പായ നിന്ന ഒരു കുട്ടിയെ നോക്കിയിട്ട് ഏറ്റവും താഴെയുള്ള ഒരു കുട്ടിയുടെ രക്ഷിതാവ് ഇങ്ങനെ പറയാം, അമ്പോ അതുപോലൊന്നും എൻ്റെ കുട്ടിക്ക് ഓതാനായില്ലല്ലോ ഇപ്പോഴും എന്ന് ചിന്തിക്കേണ്ടതില്ല. ജീവിതം പഠിക്കാനാണ് എൻ്റെ കുഞ്ഞിനെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് എന്ന് നമ്മൾ ആലോചിക്കണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ചെറുപ്പത്തിൽ ഖുർആൻ പഠനത്തിൻ്റെ പ്രാധാന്യവും മഹത്വവും ഓർക്കുന്ന നമുക്ക് ഖുർആൻ സൂറത്ത് യൂനുസ് 10-ാം അധ്യായം 57-ാമത്തെ വചനത്തിൽ ഓർമ്മപ്പെടുത്തിയ കാര്യം ഇതാ: യാ അയ്യുഹൻ നാസ് ഖദ് ജാഅത്കും മൗഇദത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ. വീണ്ടും വിശദീകരിക്കുന്നുണ്ട്. മൗഇദ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്ന് മൗഇദ, ഉപദേശങ്ങൾ, ഒരുപാട് സാരോപദേശങ്ങളടങ്ങുന്ന വിശുദ്ധ ഖുർആൻ ഇതാ നിങ്ങൾക്ക് വന്നിരിക്കുന്നു. ആ സാരോപദേശങ്ങളെ സ്വീകരിക്കപ്പെടുന്നതിലൂടെ ജീവിതത്തിലുള്ള മനസ്സിൻ്റെ എല്ലാവിധ പ്രയാസങ്ങളെയും ദൂരീകരിക്കുവാനും സാധിക്കും. ഹൃദയത്തിലുള്ള രോഗങ്ങൾക്ക് ചികിത്സയാണ്. സഹോദരങ്ങളെ, ഖുർആൻ, വിശുദ്ധ ഖുർആൻ കേവലമൊരു പുസ്തകമല്ല, അത് ഹൃദയത്തിൻ്റെ ചികിത്സയും ജീവിതത്തിൻ്റെ മാർഗദർശിയുമാണ് എന്ന്. കുഞ്ഞുങ്ങളുടെ മനസ്സ് ശുദ്ധമാണ്, സ്വീകരണശേഷി കൂടുതലുള്ളതാണ്, പഠിച്ചത് ജീവിതം മുഴുവനും നിലനിൽക്കുന്നതാണ്, ഉച്ചാരണം സ്വാഭാവികമായി ശരിയാകാൻ സാധ്യത കൂടുതലുള്ള സമയമാണ്. ഒന്നുകൂടെ പറഞ്ഞു ഈ ഓരോ കാര്യം. ഒന്ന്, കുഞ്ഞുങ്ങളുടെ മനസ്സ് ശുദ്ധമാണ്, സ്വീകരണശേഷി കൂടുതലുള്ളതാണ്. ശുദ്ധമാണ്, സ്വീകരണശേഷി കൂടുതലുള്ളതാണ്. പെട്ടെന്ന് ഗ്രാസ്പിംഗ് പവർ, പെട്ടെന്ന് സ്വീകരിക്കും, പെട്ടെന്ന് അതിനെ അപ്ലൈ ചെയ്യും. നിങ്ങൾ ചെറുപ്പത്തിൽ വെറുതെ ചെറിയ കുഞ്ഞിനോട്, ഒരു വയസ്സായ കുഞ്ഞിനോട് ഇങ്ങനെ നാവ് ഇങ്ങനെ പുറത്തേക്ക് ഇട്ടാട്ടിയാലോ ഒരാഴ്ച പിന്നെ അതിനെന്നായിരിക്കും പണി. ഒറ്റ പ്രാവശ്യങ്ങൾ കാണിച്ചാൽ മതി. നേരെ മൂത്ത കുട്ടിയൊന്ന് നാവുകൊണ്ട് എന്തെങ്കിലും കാണിച്ചാൽ മതി, ഒരാഴ്ച മുഴുവനും പിന്നെ അതിൻ്റെ നാവ് അങ്ങനെ കളിക്കില്ല. കാണുന്നവരോടൊക്കെ നാവാക്കും ഒറ്റ പ്രാവശ്യം. സ്വീകരണശേഷി കൂടുതലാണ്. എന്തും കണ്ട അപ്പം തന്നെ അതിനോട് താല്പര്യം കാണിക്കുക, അത് കേൾക്കുക, അത് അതുപോലെ ചെയ്യാൻ ശ്രമിക്കുക. അതുകൊണ്ട് തന്നെയാണ് അൽ ഫിത്ര സ്വീകാര്യമാകുന്നതും സ്വീകരിക്കപ്പെടുന്നത് കൂടുതലായി. അതിൻ്റെ സ്വീകാര്യതയുടെ കാരണം. അപ്പം നമ്മൾ അധ്യാപകർ നേരത്തെ ചിന്തിച്ചതുപോലെ നമ്മളും ചിലത് ചിന്തിക്കണം. രക്ഷിതാക്കൾ ഇവിടെ നിന്ന് അധ്യാപകരെ കണ്ട്, അധ്യാപകർ പറയുന്നതും ചൊല്ലിക്കൊടുക്കുന്നതും കേട്ടും മനസ്സിലാക്കിയും പഠിച്ച് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരൊറ്റ ദിവസവും രാവിലെയും രാത്രിയും ഖുർആൻ ഓതാത്ത, വായിച്ചു നോക്കാത്ത ഇമ്മയും ബാപ്പയുമാണെങ്കിൽ ആ കുഞ്ഞിന് കോൺട്രഡിക്ഷൻ പെട്ടെന്ന് മനസ്സിലാകും, വൈരുദ്ധ്യം വേഗം മനസ്സിലാകും. ഞാൻ അവിടെ പോയി ഒരു സാധനം പഠിക്കണ്, ആ സാധനം എൻ്റെ പേരിലില്ല. അതത് വലുതായി പറയൊന്നുമില്ല, അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്ത ജനിക്കും. നേരെ മറിച്ച് വീട്ടിൽ ഇതേ സംസ്കാരത്തെ ചേർത്ത് വെക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ നിങ്ങൾ ഒരു കാര്യത്തിലും ഭയപ്പെടണ്ട. ഇവിടെ നിന്ന് ഇറങ്ങി UP സ്കൂൾ കഴിയുന്നവരെ ഒന്നും ചിലപ്പോൾ ഇതിൻ്റെ വലിയ ചലനങ്ങളൊന്നും കാണൂല. ഹൈസ്കൂൾ പഠനമൊക്കെ കഴിഞ്ഞ് ദൂരെ എവിടെങ്കിലും പഠിക്കാനൊക്കെ വിട്ടെടുത്തുന്നതായിരിക്കും ഇതിൻ്റെ ഒരു പ്രചോദനവും. ഇവിടെ കൊടുത്ത ആ നേരത്തെ പറഞ്ഞ മുകുളം വലിയ വൃക്ഷമാകണം എന്ന് പറഞ്ഞില്ലേ, ആ മുകുളത്തിൻ്റെ ശക്തി അന്ന് അവിടെ വെച്ച് അനുഭവിക്കും. ഏറ്റവും നല്ല ഒരു പൗരനായി,
ഏറ്റവും നല്ല ഒരു വ്യക്തിയായി അവൾ മാറി വരും എന്നതാണ്. പഠിച്ചത് ജീവിതം മുഴുവൻ ഉണ്ടാവും, ചെറുപ്പത്തിൽ പഠിച്ചത് അവസാനം വരെയുണ്ടാകുമെന്ന്. ഉച്ചാരണം സ്വാഭാവികമായി ശരിയാകുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ അൽഫിത്രയിലെ കുട്ടികൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ വേറെ തന്നെ കേൾക്കാൻ പറ്റുമല്ലോ. അത് വേറെ തന്നെ കേൾക്കാൻ പറ്റും. അൽഫിത്രയിലെ അവസാന വർഷത്തേക്കൊക്കെ ഇങ്ങനെ എത്തിയ കുട്ടികൾ എത്ര സുന്ദരമായി വിശുദ്ധ ഖുർആനെ പാരായണം ചെയ്യുമെന്നറിയോ? അല്ലെങ്കിൽ പാരായണത്തിൻ്റെ ഭംഗിയോ ഈണമോ ഒന്നുമല്ല, ശബ്ദമാധുര്യമോ ഒന്നുമല്ല, അക്ഷരങ്ങളുടെ ഉച്ചാരണം ഉണ്ടല്ലോ, അത് പെർഫെക്റ്റ് ആയിരിക്കും. അതിനും നേരത്തെ പറഞ്ഞ ഭാഗമുണ്ട്. അങ്ങനെ കേൾപ്പിക്കണം ഖുർആനിനെ, അങ്ങനെ കേൾപ്പിക്കാൻ കഴിയണം. അപ്പോൾ അങ്ങനെ വലല്ലാലീന്ന് നമ്മളൊക്കെ ഓതി എത്ര ശ്രമിച്ചിട്ട് നമ്മൾ വലല്ലാലീൻ മൗലൂബി അലൈഹിം വലല്ലാലീൻ തന്നെ നമുക്കിപ്പോഴും വരുന്നു. പക്ഷേ കുട്ടി കൃത്യമായി ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാ എങ്ങനെ കുട്ടി ആ ദാദ് പഠിച്ചു? ആദ്യം കേട്ടത് ദാദാണ്. നമ്മൾ ആദ്യവും എന്നും അവസാനം കേട്ടത് ലാദാണ്. അതുകൊണ്ട് നമുക്ക് മാറ്റാൻ കഴിയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ലാ തഅ്മന്ന എന്ന വിഷയം ഇതിലേക്കാണ് ചേർത്ത് വെക്കേണ്ടത്. അങ്ങനെ വിശുദ്ധ ഖുർആനിൽ നിന്ന് പഠിക്കാൻ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഈ വിധം വിശുദ്ധ ഖുർആനിനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. ചെറുപ്പത്തിൽ തന്നെ ഹൃദയത്തിൽ പതിയുന്ന വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ വഴിതെറ്റാതെ നയിക്കുന്ന ഒരു പ്രകാശമായി മാറും. ഞാൻ എൻ്റെ സമയം പരിമിതമായതുകൊണ്ടും മഗ്രിബിനോട് അടുക്കുന്നതുകൊണ്ടും അവസാനിപ്പിക്കുകയാണ്. ഒരു കുഞ്ഞ് വിശുദ്ധ ഖുർആൻ പഠിക്കുമ്പോൾ അത് ആ കുഞ്ഞിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. എന്ത് കാര്യം പഠിക്കുമ്പോഴും അത് വീട്ടിലേക്ക് ഒഴുകും. അത് ഓരോ വീട്ടിലേക്കും ഒഴുകും. അഥവാ കുട്ടിയോടൊപ്പം ഉമ്മയും ഉപ്പയും വിശുദ്ധ ഖുർആനിനെ ചൊല്ലിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ ഉമ്മയും അത് പഠിക്കുന്നുണ്ടാകും. അറ്റ്ലീസ്റ്റ് ഉമ്മയെങ്കിലും അത് പഠിക്കുന്നുണ്ടാകും. മോൻ പഠിക്കുന്ന പോലെ മോള് പഠിക്കുന്ന പോലെ പഠിക്കുന്നുണ്ടാവും. ഒരു സംശയമില്ല. അപ്പോൾ ഒരേ സമയം ഇവിടെ 41 കുട്ടികളെ ഉള്ളൂ എന്ന് ആശങ്കപ്പെടണ്ട. 41 കുട്ടികളുണ്ട്. അവരുടെ ഒരു രക്ഷിതാവും കൂടെ ഇവിടുത്തെ പഠിതാവായിരിക്കും. 82 ആളുകൾ ഇവിടെ പഠിക്കുന്നുണ്ട്. രജിസ്റ്ററിൽ 41, അല്ലെങ്കിൽ അതിലൊരു 41 കൂടെ അധികം ഉണ്ടാവും. ബാപ്പയും കൂടെ പഠിക്കുന്നുണ്ടാവും. ചാരത്തിരിക്കുന്ന ഇത്താത്തയും ഉണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ ചെറുത് അതിനേക്കാളും പഠിക്കുന്നുണ്ടാവും. ഇപ്പം തന്നെ ഇവിടെ വരാൻ കാത്തു നിൽക്കുന്നവരൊക്കെ ഉണ്ടാവും. താത്തൻ്റെ കാക്കൻ്റെ അൽഫിത്രയിൽ ഞാനും പോവാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇവിടെ നിന്ന് പഠിക്കുന്ന കുട്ടിയിൽ മാത്രമല്ല, ആ കുട്ടിയിൽ നിന്നത് തൻ്റെ വീട്ടിലേക്ക് കൂടെ ഒഴുകുന്നുണ്ട് നമ്മളറിയാതെ. അതൊക്കെയാണ് ഇതിൻ്റെ സ്ഥാപനത്തിൻ്റെ സമയത്ത് അതിൻ്റെ ആളുകളുടെ മനസ്സിലുള്ള വലിയൊരു കാര്യം. അല്ലാതെ ഒരു എഡ്യൂക്കേഷണൽ ബിസിനസ് എന്ന നിലയിലല്ല ഇത്. മറിച്ച് അതൊരു ഇസ്ലാമിക സംസ്കാരം കുട്ടിയിലെത്തുക, കുടുംബത്തിലെത്തുക എന്ന നിലക്കാണ്. അങ്ങനെ ആകുമ്പോഴേ ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം പൂർത്തിയാവുള്ളൂ, ഇത് പ്രതിഫലാർഹമാവുകയുള്ളൂ. ആ നിലയിൽ നമ്മൾ അത് മാത്രം ലക്ഷ്യം വെച്ചാൽ മതി, വേറെ ഒന്നും ലക്ഷ്യം വെക്കണ്ട. വേറെ ഒരു പൊലിപ്പും കാട്ടിയാലും വിജയിക്കൂല. വിജയിക്കുന്നത് അള്ളാഹുവിൻ്റെ മുമ്പിൽ വിജയിക്കാനുള്ള ലക്ഷ്യത്തെ മുന്നിൽ വെച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ ആഖിറത്തിനു വേണ്ടി ആര് അധ്വാനിക്കുന്നോ, ഓടുന്നുവോ, പ്ലാൻ ചെയ്യുന്നുവോ, ദുനിയാവ് ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞു. ദുനിയാവ് ഇങ്ങോട്ട് വരും. അതുകൊണ്ട് നമ്മുടെ മെയിൻ ലക്ഷ്യം അതായിരിക്കണം. അങ്ങനെയാണ് കാരക്കുന്നത്ത് അൽഫിത്ര പ്രവർത്തിക്കുന്നത് എന്ന് എനിക്കറിയാം. ഞാൻ പല സന്ദർഭത്തിലൂടെ വന്നിട്ടുണ്ട്. അതോടൊപ്പം അതിൻ്റെ അപ്പുറമായി രക്ഷിതാക്കൾക്ക് വേണ്ടിയുള്ള തജ്വീദ് പഠനത്തിന് 2 വർഷത്തോളം ഇവിടെ വന്നിട്ടുണ്ട്. ഒരുപാട് ആളുകളെ അങ്ങനെ തജ്വീദ്, വിശുദ്ധ ഖുർആനിനെ കേൾപ്പിക്കുവാനും വിശുദ്ധ ഖുർആൻ പഠിക്കുവാനും ഒരു പ്രചോദനമാകുവാനും സാധിച്ചിട്ടുണ്ട്. അള്ളാഹു അതിനൊക്കെ നമുക്ക് അനുഗ്രഹം നൽകട്ടെ. വിശുദ്ധ ഖുർആനിലെ 20-ാം അധ്യായം സൂറത്തു താഹയിലെ 132-ാമത്തെ വചനത്തിൽ ഒരു കാര്യമുണ്ട്. വഅ്മുർ അഹ്ലക ബിസ്സലാഹ് വഅ്മുർ അഹ്ലക ബിസ്സലാഹ്. നിന്റെ കുടുംബത്തെ കൂടെ നീ നമസ്കാരത്തെ പ്രേരിപ്പിക്കണം, കൽപ്പിക്കണം. നിന്റെ കുടുംബത്തെയും. അതാണ് ഇവിടെ ഉണ്ടാവുന്നത്. നമ്മൾ കൂടെ ആവുകയാണ്. ഇസ്മായിൽ അലൈഹിസ്സലാമയെ കുറിച്ച് പറയുന്നുണ്ട്, വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാ.
അദ്ദേഹം നമസ്കാരവും സാമ്പത്തിക ശുദ്ധിയുടെ ഭാഗമായ സക്കാത്തും തൻ്റെ കുടുംബത്തെ പ്രേരിപ്പിക്കുമായിരുന്നു എന്നാണ്. ഇതിവിടെ നിന്ന് ഇങ്ങനെ വരണം, മക്കളിലേക്കും മക്കളിൽ നിന്ന് രക്ഷിതാക്കളിലേക്കും അയൽപ്പക്കങ്ങളിലേക്കുമൊക്കെ പ്രസരിക്കുന്ന ഒരു വിദ്യാഭ്യാസ ഭാഗമായി ഇതിനെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കണം എന്ന്. കുടുംബത്തിൽ ആത്മീയമായ അന്തരീക്ഷം ഉണ്ടാകണം എന്നർത്ഥം. സ്ക്രീൻ സംസ്കാരത്തിന് പകരം ഒരു ഖുർആനിക സംസ്കാരം ഉണ്ടാകണം. ബറക്കത്ത് കൂടുതൽ കിട്ടണോ? ഏറ്റവും കൂടുതൽ വിശുദ്ധ ഖുർആനിനെ വായിക്കുന്നുവെങ്കിൽ അത്രയും ബറക്കത്തുകൾ പെയ്തിറങ്ങും. ലഅല്ലക്കും തുർഹമൂൻ, കാരുണ്യം വേണോ? വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അത് വായിക്കുന്നത് കേൾക്കുമ്പോൾ പോലും നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിരുന്നോ? ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് കാരുണ്യം കിട്ടും, അള്ളാന്റെ റഹ്മത്ത് കിട്ടും, അള്ളാന്റെ ബറക്കത്ത് ചൊരിയും. വിശുദ്ധ ഖുർആനിനെ വായിക്കുന്ന ഒരു വീടുമില്ല, അവിടെ നസലത്ത് എന്നാണ് ഖുർആൻ പ്രവാചകൻ ഉപയോഗിച്ച പദം. മലായിക്കത്ത്, റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങും. അവരെ ഗശിയത്ഹുമുർ റഹ്മ, കാരുണ്യം അവരെ പൊതിയും, മലക്കുകൾ കൂടെയുണ്ടാകും. വിശുദ്ധ ഖുർആനിനെ പ്രഭാതത്തിലും പ്രദോഷത്തിലും അർത്ഥബോധ്യത്തോടുകൂടെ പാരായണം ചെയ്യുന്നവരാകണം നമ്മൾ. കേവല പാരായണത്തിലപ്പുറം ശുദ്ധമായ അക്ഷരസ്ഫുടതയോടുകൂടെ മൂല്യം മനസ്സിലാക്കിക്കൊണ്ട് ആയത്തിൻ്റെ അർത്ഥം, ആശയം മനസ്സിലാക്കി തദബ്ബുറോടുകൂടെയുള്ള വായനയായിരിക്കണം. അവർ വിശുദ്ധ ഖുർആനിനെ തദബ്ബുർ ചെയ്യുന്നില്ലേ എന്നാണ് ഖുർആൻ ചോദിച്ചത്. പാരായണം ചെയ്യുന്നില്ലേ എന്നതിൽ ഒതുങ്ങാതെ അവർ വിശുദ്ധ ഖുർആനിനെ തദബ്ബുർ ചെയ്യുന്നില്ലേ? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, അതല്ല അവരുടെ ഹൃദയങ്ങൾക്ക് പൂട്ടിടപ്പെട്ടിരിക്കുന്നുവോ? അവർ ഹൃദയത്തെ പൂട്ടിട്ടിട്ട് അടച്ചു വെച്ചിട്ട് അക്ഷരങ്ങളിലൂടെ മാത്രം ഇങ്ങനെ വായിച്ചു പോവുകയാണോ? കേവല അക്ഷരവായന മാത്രമാണോ? അങ്ങനെയല്ല ഉമ്മമാരെ, അങ്ങനെയല്ല ഉപ്പമാരെ, അങ്ങനെയല്ല സഹോദരി സഹോദരങ്ങളെ വിശുദ്ധ ഖുർആനിനെ വായിക്കേണ്ടത്. അതിന് പ്രതിഫലമുണ്ട്, ഒരക്ഷരത്തിന് പോലും പ്രതിഫലമുണ്ട്. അലിഫ് ലാം മീം ഒരക്ഷരമല്ല, 3 അക്ഷരമാണ്. അതിന് 30ഓ 60ഓ അതിലേറെയോ പ്രതിഫലമുണ്ട് എന്ന് ഹദീസുകൾ വെച്ച് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ അതിലപ്പുറം അത് ജീവിതത്തിൻ്റെ തലങ്ങളിലേക്ക് വരുമ്പോഴാണ്, പ്രാവർത്തിക രൂപമായി മാറുമ്പോഴാണ്. അൽ ഖുർആൻ എന്തിനാ അവതരിക്കപ്പെട്ടത് എന്ന് ചോദിക്കുമ്പോൾ പറയേണ്ടത് ലിയഅമല, അത് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അത് പ്രവർത്തിക്കാൻ വേണ്ടി, ലിയഅമലു ബിഹി, അതുകൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന്. അങ്ങനെ വിശുദ്ധ ഖുർആനിനെ പ്രാവർത്തികമാക്കി ജീവിക്കുക എന്നിടത്താണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ അവസാനിപ്പിക്കാം. പാഠം പറയുന്നവർ മാത്രമല്ല അധ്യാപകർ, പാഠം ജീവിപ്പിക്കുന്ന ആളുകളാണ്. അങ്ങനെയായി മാറണം. കേട്ടതിലൂടെ മാത്രമല്ല കുട്ടികൾ മനസ്സിലാക്കുന്നത്, കാണുന്നതിലൂടെയാണ്. കേൾക്കുന്നതിലൂടെ മാത്രമല്ല, കാണുന്നതിലും കൂടെയാണ്. വാക്കുകളെക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നത് പ്രവൃത്തികളാണ് എന്ന ഒരു വാചകവും കൂടെ എഴുതി വെച്ചോളൂ. അധ്യാപകരും രക്ഷിതാക്കളും മാനേജ്മെൻറ്റും വാക്കുകളെക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നത് പ്രവൃത്തികളാണ് എന്ന്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന എന്ന് മാതൃകാ പ്രബോധകനായി നിയോഗിക്കപ്പെട്ട പ്രവാചകനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു വാക്കാണ്. പ്രവാചകൻ പറഞ്ഞത് കേട്ടോളൂ എന്ന് മാത്രമല്ല, പ്രവാചകനിൽ നിങ്ങൾക്ക് എല്ലാ തലത്തിലും മാതൃകയുണ്ട് എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരധ്യാപകനും ഒരധ്യാപികയും ഒരു രക്ഷിതാവും ഒരിക്കലും ഒരു ക്ലാസ് മാത്രമല്ല മാറ്റുന്നത്, ഒരു തലമുറയെയാണ് മാറ്റിയെടുക്കുന്നത്. 2-3 വാചകങ്ങൾ രക്ഷിതാക്കളെ കുട്ടികൾക്ക് ലോകം കാണിച്ചു കൊടുക്കുന്നതിന് മുമ്പ്, കുട്ടികൾക്ക് ലോകം നൽകുന്നതിന് മുമ്പ് വിശുദ്ധ ഖുർആനിനെ കാണിച്ചു കൊടുക്കുക, വിശുദ്ധ ഖുർആനിനെ നൽകുക. അധ്യാപകരെ, നിങ്ങളുടെ കൈകളിലുള്ളത് ഒരു കുട്ടിയല്ല, ഒരു ഉമ്മത്തിൻ്റെ ഭാവി രൂപപ്പെടുത്താനുള്ള വലിയ ഉത്തരവാദിത്വമാണുള്ളത്. കുഞ്ഞുങ്ങൾ പ്രത്യേകമായി ഓർക്കേണ്ടത്, അവരെത്രത്തോളം കേൾക്കുമെന്നറിയില്ല, എന്നിരുന്നാലും നിങ്ങൾ വിശുദ്ധ ഖുർആനിൻ്റെ കൂട്ടുകാരാകണം.
ഖുർആൻ നിങ്ങളെ ഏറ്റവും ഉന്നത തലങ്ങളിലേക്ക് ഉയർത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. ഖുർആൻ ഹൃദയങ്ങളിൽ വസിക്കുന്ന ഒരു തലമുറയാണ് വളർന്നു വരുന്നതെങ്കിൽ സമൂഹം ശരിയാകാൻ പ്രത്യേക ശ്രമം വേണ്ടിവരില്ല, സ്വയം നന്നാകും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവിൻ്റെ നാമത്താൽ ഇന്നത്തെ ഈ ഒരു കോൺവൊക്കേഷൻ സംരംഭം തുടക്കം കുറിച്ചതായി അറിയിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.